നമ്മൾ ഇനി പഠിക്കാൻ പോണ ഈ വീഡിയോയിൽ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് പഠിക്കാൻ പോണത്. എന്ന് പറഞ്ഞാൽ എക്സലിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോഴുള്ള ഓപ്പറേഷൻസ്, അതിനൊരു ഓർഡറുണ്ട്. ആ ഓർഡറാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പം ഞാൻ ഇച്ചിരി വലുതാക്കുകയാണ്. ഞാനിപ്പം കുറച്ച് കാൽക്കുലേഷൻസ് നടത്താൻ പോവാം. എനിക്കിവിടെ ആദ്യത്തെ ഞാനിവിടെ 30, 10, 20 എന്നെഴുതിയേക്കുക. എനിക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു അഡീഷനാണ് നടത്തേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ വേണമെങ്കിൽ ഈ സെല്ലിനെ സെലക്ട് ചെയ്യുന്നു, B5 പ്ലസ്, ഞാൻ കീബോർഡിൽ പ്ലസ് കൊടുത്തു. അടുത്തത് B6നെ പ്ലസ് ചെയ്യുന്നു, 20 ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ 60. നമുക്കറിയാം 30, 10, 40, 20, 60. ഇനി ഇതേ വാല്യൂ ഞാൻ കോപ്പി എടുക്കുന്നു, ഇതാ ഇവിടെ കൊണ്ടിടുക. എനിക്കിനി സബ്ട്രാക്ഷനാണ് നടത്തേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ വീണ്ടും കൊടുക്കുകയാണ് ഈക്വൽ ടു 30 പ്ലസ് D6 മൈനസ് 20 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടണം? 20 ആൻസർ കിട്ടണം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം എന്ന് വിചാരിക്കുക. ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് എനിക്ക് അഡീഷനും ഒക്കെ നടത്തണം. അപ്പം ഞാൻ നോക്കാം. മെയിനായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇത് നോക്കാം. ഈക്വൽ ടു 30 പ്ലസ് 10 ഞാൻ കൊടുക്കുകയാണ്. അപ്പം 40 ആയിട്ടുണ്ട്. ഇൻറ്റു 20 കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇൻറ്റുവിന് ഞാൻ ഇൻറ്റു സിമ്പിൾ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം 20, അതായത് F7 ഇത് കൊടുക്കുകയാണ്. അപ്പം 30, 40, 40 ഗുണം 20 എന്ന് പറയും. അപ്പം 800 അല്ലേ വരേണ്ടത് ശരിക്ക്. പക്ഷേ വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ, 230 എന്ന് വന്നു. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ഇവിടെയാണ് നമ്മൾ എക്സലിന് ഓർഡർ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതായത് അത് ഓപ്പറേഷൻ ചെയ്യുന്നതിന്, അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ അത് ഓപ്പറേഷൻ നടത്തുന്നതിന് ഒരു ഓർഡറുണ്ട്. ആ ഓർഡർ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുന്നത്. ഇനി ഈ ഓർഡർ മനസ്സിലാക്കാൻ രസകരമായൊരു വിധമുണ്ട്. നിങ്ങളെ ഞാൻ പുതിയൊരു ടാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഈ ഫോർമുല എന്ന് പറയുന്ന ടാബ്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർമുല എന്ന് പറയുന്ന ടാബിലേക്ക് പോയി അവിടെ നമ്മൾ നോക്കാൻ പോണത് ഇതാ ഇവിടെ ഒരു സെക്ഷനുണ്ട്, ഇവാലുവേറ്റ് ഫോർമുല എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അത് നോക്കാൻ പോവാം. അപ്പോൾ അത് നിങ്ങളെ എന്തിനാണ് സഹായിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാവും. അപ്പോൾ ഇവാലുവേറ്റ് ഫോർമുല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ സ്റ്റെപ്സ് ഇത് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ, F5 പ്ലസ് F6 ഇൻറ്റു F7 ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഈ F5നെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അണ്ടർലൈനുള്ള ഇവാലുവേറ്റ് കൊടുത്തപ്പം F5 ഇവാലുവേറ്റ് ചെയ്തു, 30 പിടികിട്ടി. കറക്റ്റാണ്, 30. ഇനി അടുത്തത് F6 ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. F6 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 10. ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം, 10. അത് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റാണ്. ഇനി F7 ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 20 കിട്ടണം. ഇവാലുവേറ്റ് ചെയ്യാം, 20 കിട്ടി. ഓക്കെ. ഇനിയാണ് രസകരമായ സംഗതി. ഇനി നിങ്ങൾ ഈ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർലൈൻ കിടക്കുന്നത് 10 × 20. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോണത്, സിസ്റ്റം ചെയ്യാൻ പോണത് 10 × 20 ആയിരിക്കും ചെയ്യാൻ പോണത്. ഓക്കെ, 10 × 20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 200 ആണ്. അപ്പം 200 ഇവിടെ വന്നു. ഇനിയാണ് ഏത് ഓപ്പറേഷൻ ചെയ്യാൻ പോണേ? അഡീഷൻ ചെയ്യാൻ പോണേ. ഇവാലുവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 230 കിട്ടും. ആൻസർ 230 വന്നതുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആൻസറിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണിത്, ഈ ഇവാലുവേറ്റ് ഫോർമുല. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പം തെറ്റായ ആൻസറൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് ആ ആൻസർ വന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ ഇവാലുവേറ്റ് ഫോർമുല എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു സംഗതി, ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. എക്സലിലെ ഒരു ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായതനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ആദ്യം നടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം നടക്കും. നമുക്ക് ഇതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയാൻ F7 അടിച്ചാൽ മതി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടക്കും ആദ്യം. പിന്നെയാണ് ഏത് നടക്കുന്നതെന്ന് അറിയാമോ? പിന്നെ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിവിഷനാണ്. പിന്നെ വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷനാണ്. അതിനുശേഷം എന്ത് വരും? സബ്ട്രാക്ഷനും വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബേസിക് കാൽക്കുലേഷൻ്റെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തേത് ഡിവിഷൻ, മൂന്നാമത്തേത് അഡീഷൻ, നാലാമത്തേതാണ് സബ്ട്രാക്ഷൻ. പക്ഷേ ഇനിയും ഇതിനൊരു പ്രിസിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹയർ റാങ്ക് വരുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. അതേതാണെന്നൂടെ ഞാൻ നിങ്ങളെന്ന് കാണിക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ 230 എന്നാണ് ആൻസർ കിട്ടിയത്. ഇതേ ഓപ്പറേഷൻ ഞാൻ അടുത്തതായിട്ട് ഇവിടെ ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട് കൊണ്ടിടുന്നു. ഇനി നമുക്ക്
ഈ ആൻസർ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കണ്ട 230 ആണല്ലോ, ഇതിനെ തന്നെ വേറൊരു രീതിയിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. ഈസ് ഈക്വൽ ടു, ഞാൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് 30 + 10, അപ്പോൾ എത്രയായി? 40 ആയി. ഇനി ഞാൻ ഇൻറ്റു സിമ്പിൾ കൊടുത്തിട്ട് 20 ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ എന്നറിയാമോ? 800 വരും. നമുക്ക് നോക്കാം. വേണ്ടേ, 800 വന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ കൊടുത്ത വ്യത്യാസം H5 + H6 ഇൻറ്റു H7. ഇതിനകത്ത് ഈ H5 + H6നെ നമ്മൾ ബ്രാക്കറ്റിലിട്ടതുകൊണ്ട് ബ്രാക്കറ്റിലിടുന്ന ഓപ്പറേഷൻ ആദ്യം ചെയ്യും, എന്നിട്ട് H7ലേക്കുള്ള ഓപ്പറേഷനിൽ പോകുള്ളൂ. ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ H5 + H6 ഇവിടെ ഉണ്ട്, F5 + X ഇവിടെ ഉണ്ട്. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം നടക്കുന്ന ഓപ്പറേഷൻ, കാരണം അതാണ് ആദ്യം നടക്കുന്ന ഓപ്പറേഷൻ. പിടി കിട്ടിയോ? പക്ഷേ ഇവിടെ പാരാന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റ് വന്നുകൊണ്ട് ബ്രാക്കറ്റിനെ ആയിരിക്കും ആദ്യം ഹാൻഡിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഓർഡർ ഓഫ് ഓപ്പറേഷനിൽ നമ്മൾ എന്തോടെ എഴുതേണ്ടി വരും? ഇത് മാറ്റി വീണ്ടും ഞാൻ മാറ്റിയിട്ട് ഇവിടെ എഴുതുവാണ്. ഇവിടെ ആദ്യം വീണ്ടും ഒരു ഓപ്പറേഷൻ വന്നു, അതായത് ബ്രാക്കറ്റ്. അപ്പോൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻ 1 2 3 4 5 ഇങ്ങനെ വന്നു. അപ്പോൾ ഇതായിരിക്കും ഇപ്പോൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇൻറ്ററപ്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഓരോ ഓപ്പറേഷനിലോ ശരിക്കും വരും. ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെല്ലിനെ ഞാൻ താഴോട്ടിറക്കുകയാണ്. എന്നിട്ട് ഇവിടെ രണ്ടാമത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 എന്നൊക്കെ പറയത്തില്ലേ, 5 എന്നൊക്കെ പറയുന്നത് പോലെ എക്സ്പൊണൻ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ എക്സ്പൊണൻ്റ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അതും സിസ്റ്റം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഓർഡർ ഓഫ് ഓപ്പറേഷൻ വീണ്ടും മാറി 1 2 3 4 5 6. അപ്പോൾ ഇനി മാറ്റമില്ല കേട്ടോ, ഇതുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ബേസിക് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാൻ കഴിയും, ഈ രീതിയിലായിരിക്കും നമ്മളുടെ എക്സൽ ഏത് കാൽക്കുലേഷനെയും ഹാൻഡിൽ ചെയ്യാൻ പോണേ. അപ്പോൾ ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ്സ് ഹാൻഡിൽ ചെയ്യും, അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ അഡീഷനോ സബ്ട്രാക്ഷനോ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുള്ളൂ. ഇനി ഈ 3 നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഹാൻഡിൽ ചെയ്യാൻ പോണത് ഏതായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഓർഡർ ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ എക്സലിലൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഈ വർക്ക്ഷീറ്റ് നമ്മുടെ യുഡമിയിലെ കോഴ്സിൻ്റെ സൈറ്റിൽ റിസോഴ്സസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം.